പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഈ ദേശത്തിന് അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇവിടെ പ്രാർത്ഥന ആവശ്യം പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, വളരെ സുന്ദരമായൊരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഈ ദിവസത്തെ സമർപ്പിക്കുന്നു. ഇത് മനോഹരമായ ഒരു സംഭവമാണ്. കാര്യം, അതാ ദിവസങ്ങളിലെ അതിരാവിലെ കർത്താവിൻ്റെ കൈപിടിച്ച് എഴുന്നേറ്റ് മാതാവിൻ്റെ കൈപിടിച്ച് നടക്കാൻ കഴിയണത് എന്തൊരു അനുഗ്രഹമാണ്. വിശ്വസിക്കുന്നവർക്ക് ചിന്തിക്കുന്നവർക്കും ഇത് അപാരമായ ഒരു ആധ്യാത്മികതയാണ്. ശിരസ് നമിച്ച കൈകൾക്കൊപ്പി നമുക്ക് പ്രാർത്ഥന അനുഗ്രഹം പ്രാപിക്കാം. അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കാവുന്നതാണ്. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടയാളങ്ങള് ഓരോ ദിവസവും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അമ്മേ, പരിശുദ്ധ ഇപ്പോൾ ലോകം മുഴുവനും ശിരസ്സ് നമിച്ച് കൈകൾ കൂപ്പി ഈ സുപ്രഭാതത്തിലെ അങ്ങയുടെ വലതുകരത്തിന്റെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. മക്കളെ, എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ മക്കളെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ യാത്രകള്, ജോലികള്, ഇന്ന് ഏർപ്പെടുന്ന ഉദ്യമങ്ങള്, ഉദ്യോഗങ്ങള്, നിങ്ങളുടെ സഞ്ചാരങ്ങള്, നിങ്ങളുടെ ഇടപെടലുകള്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങള് എല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ സുപ്രഭാതത്തിൽ അങ്ങയുടെ ദൃശ്യനിധിയിൽ നിന്നുകൊണ്ട് കർത്താവ് അങ്ങയുടെ ദൃശ്യം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിത യാവനകൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ യാത്രകളിൽ കർത്താവെ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളെ ഓർത്ത് വേവലാതി കൊള്ളുന്ന മാതാപിതാക്കന്മാരും പരീക്ഷയെ ഓർത്തും ജീവിതത്തെ ഓർത്തും മക്കളെ വേദനിക്കുന്ന മക്കളെയും അങ്ങയുടെ ദൃശ്യനെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. എൻ്റെ കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 38 വർഷം അർപ്പിച്ച കൃപാന്റെ ബലി
രോഗികൾ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അവിടെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഈ കുടുംബങ്ങളെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണം. രോഗികളെ നീ ആശീർവദിച്ച് സൗഖ്യപ്പെടുത്തണം. കർത്താവ് ഓരോരോ കോൺട്രാക്റ്റുകൾ കരാറുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ അവർക്ക് നിർണായകമായ ദിവസമായിരിക്കാം ഇന്ന് കർത്താവ്. അങ്ങനെ സാന്നിധ്യം ഉണ്ടാകണം. രജിസ്ട്രേഷൻ പോണവരുണ്ട്, ഓരോരോ പരീക്ഷകൾ, പഠനങ്ങൾ, പറമ്പുകൾ ഒക്കെ രജിസ്ട്രേഷൻ പോകുന്നവരുണ്ട്. അതിനെല്ലാം മംഗളപരമായിട്ട് മനോഹരമായിട്ട് നടക്കാൻ ഇടയാക്കുന്ന കർത്താവ്. സ്ഥാവര ജംഗമ വസ്തുക്കൾ, വീട്ടിന് ആവശ്യമായ കാരണങ്ങൾ, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, അതുപോലെ തന്നെ വീട്ടിലെ ഉപകരണങ്ങൾ ഇങ്ങനെയൊക്കെ പർച്ചേസിന് പോകുന്നുണ്ട്. കടകമ്പോളങ്ങളും വ്യാപാര വ്യവസായ ശാലകളിലും ആവശ്യമായ സാധനം എടുക്കുവാനും കൊടുക്കുവാനും മേടിക്കുവാനും പോകുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണം. ചെക്കുകൾ ഒപ്പിടുന്ന ചെക്കുകളെ നീ ആശീർവദിക്കണം കർത്താവ്. ആ ചെക്കുകൾ എന്തെല്ലാം ഞങ്ങൾ എവിടെയെല്ലാം നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം രജിസ്റ്ററുകൾ ഞങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം പേപ്പർ ഞങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടല്ലോ, എന്തെല്ലാം അവിടെ എല്ലാം കർത്താവ് നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങൾ തെറ്റായി പോയാൽ നടക്കാത്ത കാര്യമാണ് ഞങ്ങൾ പിന്തിരിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്നത്. നടക്കുന്ന കാര്യമാണ് കർത്താവ്. എത്രയും വേഗം കാലമെടുപ്പും കൂടെ കർത്താവ് അത് നിറവേറ്റാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവ് പരസ്പരമുള്ള സംസാരങ്ങൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ, ഇന്നെടുക്കുന്ന ഓരോ കാര്യങ്ങളെയും കർത്താവ് അങ്ങ് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്നെടുക്കുന്ന കർത്താവ് ഒന്നും കണ്ടല്ല, ആരെയും കണ്ടല്ല, അങ്ങേ മാത്രം കണ്ടുകൊണ്ട് ചില ആൾക്കാർ എഗ്രിമെൻ്റ് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ വ്യവസ്ഥ പറയുന്നുണ്ട്, ചില ആൾക്കാർ ചില ഡേറ്റുകൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും കർത്താവിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെ ഇടിച്ചിറങ്ങി കർത്താവിൻ്റെ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ. കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ തളിക്കപ്പെടട്ടെ. മാരകമായ രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, ഡിപ്രഷൻ ബാധിച്ച മാനസിക അവസ്ഥകളെല്ലാം യേശുക്രിസ്തു നാമത്തിൽ എല്ലാ പ്രശ്നങ്ങളും മഞ്ഞുപോലെ ഉരുകി കർത്താവ് കാറ്റുപോലെ കടന്നു പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ സുഖപ്പെടുകയും നിങ്ങളെ ഇന്ന് ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങൾ പരിശുദ്ധയുടെ മാധ്യസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ കർത്താവിനുമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തികൾ ഇന്നത്തെ ദിവസത്തിലെ മക്കളെ ഈശോ ആശീർവദിക്കുകയും കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ പറയുന്ന പോലെ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം നിങ്ങൾക്ക് അടയാളം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട നമ്മളിന്ന് വായിക്കുന്നത് നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, അതായത് നമ്മളെ ഓരോ ദിവസവും ആത്മാവിലെയും ആത്മീയതയിലും ക്രിസ്തുവിലും വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കോശങ്ങൾ തന്നെയാണ്. ഇന്നലെ എത്രയോ പുതിയ കോശങ്ങൾ രാത്രി ഉണ്ടായല്ലേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഈ കായലിലൊക്കെ വീശാൻ പോകുന്നതൊക്കെ ഉറക്കം നിൽക്കേണ്ടി വരും. ഉറക്കം നിന്നൊക്കെയാണ് വീശണത്, അല്ല വീശണത്. അവർ 100 ഗ്രാം ഈന്തപ്പഴം മേടിച്ചിട്ട് പോകും. ഞാൻ ഇടയ്ക്കൊരു ദിവസം വീശി കഴിഞ്ഞ് വന്ന ആൾക്കാരുടെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ രാത്രി കഴിച്ചതിൻ്റെ ബാക്കി ഈന്തപ്പഴം ഞാൻ മടിയിൽ മീൻപിറ്റ കാശും കൊണ്ടുവരികയാണ്. അന്ന് പ്രിയപ്പെട്ടവരും അടുപ്പമുള്ളവർക്ക് വേണം, ഇടവക്കാരാണ്. നല്ല ചെയ്ത് ഈന്തപ്പഴം കൊണ്ടുപോയി. ഞാൻ ഈന്തപ്പഴം എന്തിനാണ് പറഞ്ഞു, ഈന്തപ്പഴം രാത്രി ഉറക്കം നിൽക്കുമ്പോൾ കുറേ ബ്ലഡ് നമുക്ക് നഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എന്തും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാമെന്ന് നോക്കിയേ. അപ്പോൾ രക്തം ഉണ്ടാകാൻ വേണ്ടി ഈന്തപ്പഴം രാത്രി കഴിക്കുമെന്ന് ഞാൻ ബേസ് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എനിക്കത് പുതിയ അറിവായി കിട്ടി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോശങ്ങളും അതുപോലെ ബ്ലഡും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ തിരിച്ച് നമുക്കത് ലഭിക്കണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ ആധ്യാത്മികയിൽ ഇതുപോലെ കോശ വളർച്ചയുണ്ട്. ആധ്യാത്മിക കോശം എപ്പോഴും ഇപ്പോൾ കരിസ്മാറ്റിക് കാലങ്ങളിൽ ആൾക്കാർ കല്യാണമൊക്കെ കഴിക്കാൻ വേണ്ടി മകളെയൊക്കെ ഞാൻ കല്യാണമൊക്കെ വെച്ചാൽ പെണ്ണിൻ്റെ അപ്പനൊരു പ്രാർത്ഥനക്കാരനാണെന്ന് പറയും. അപ്പോൾ ഞാൻ പ്രാർത്ഥനക്കാരനാണ്. അങ്ങനെ പുതിയൊരു ഒരു വർഗം ഉണ്ടാകുകയാണ്. അപ്പോൾ എന്താ സംബന്ധിച്ചാൽ അയാൾ പ്രാർത്ഥനയ്ക്ക് നടക്കുന്നയാളാണെന്ന് വീടുകളിലൊക്കെ പ്രാർത്ഥിച്ച്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആദിമസഭയിലെ പ്രബോധനങ്ങൾ. പ്രാർത്ഥന ഒരു ഘട്ടമാണ്. നമ്മൾ സാധാരണ വിശ്വാസി, പ്രാർത്ഥനയുള്ള ആൾ, സാക്ഷ്യപ്പെടുത്തുന്ന ആൾ, അതിനുശേഷം പിന്നീട് നമ്മൾ പ്രബോധിപ്പിക്കുന്നവരായിട്ട് മാറും. നമുക്ക് ആ വചനം എടുക്കാം. അതിൽ ഞാൻ ഉദ്ദേശിച്ചെന്നറിയാം, നിങ്ങൾ ഏത് നിലവാരത്തിലുണ്ടായാലും ഇന്നലത്തെ ആധ്യാത്മികത ഇന്ന് പറ്റത്തില്ല. ഇന്ന് കുറച്ചുകൂടി വളർച്ച ദൈവദൃശ്യനെ കാണിക്കുമ്പോഴാണ് വിശ്വാസം നീതീകരിക്കുന്നത്. 6:1 എടുത്ത് ഹെബ്രായ ലേഖനം. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ. അപ്പൊ ക്രിസ്തുവിന്റെ വചനത്തിൽ പല പാഠങ്ങൾ ഉണ്ടെന്ന് അർത്ഥം. പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. അപ്പോഴ് പ്രഥമ പാഠങ്ങളിൽ കുറച്ച് പ്രാർത്ഥനയും നമസ്കാരവും ഒക്കെ ആയിരിക്കും. ഇപ്പോഴും ആൾക്കാർക്ക് നമസ്കാരവും പ്രാർത്ഥനയും മാത്രമേ ഉള്ളെങ്കിൽ
നിങ്ങൾ ഇതിൻ്റെ അകത്തൊരു 4ാം ക്ലാസ്സുകാരനാണ്, അത് 4ാം ക്ലാസ്സുകാരത്തിയാണ്. പിന്നെ എന്താണ്? പക്വതയ്ക്ക് വളരാൻ. എങ്ങനെ വളരണമെന്നാണ് പറയണത്? 1 കൊരിന്ത്യർ 14:26 എടുത്തേ. നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശം എന്ന് പറയുന്നത് പ്രബോധനമാണ്, ഉപദേശിക്കുക. അത് കൗൺസിലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഇന്ന് കൃപാസനത്തിൽ ഒരു അച്ഛൻ രാവിലെ കുർബാനയിൽ പറഞ്ഞു, കേരളത്തിൽ കഴിഞ്ഞ കൊല്ലവും 2023 9,000 പേര് ആത്മഹത്യ ചെയ്തു. 2024 10,000 പേര് ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ എന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആവശ്യമായി വന്നിരിക്കുന്നത് കൗൺസിലിംഗ് ആണ്. ആദിമസഭയിൽ അത് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നിപ്പോൾ കൗൺസിലിംഗ് അച്ഛന്മാരെയും ബ്രദേഴ്സിനെയും ഒക്കെ ഏൽപ്പിക്കുക, അങ്ങനെയല്ല. നമ്മൾ ഓരോരുത്തരും ആ വചനം വായിച്ച് നിങ്ങൾ ഹെബ്രായർ 5:12 വായിച്ച് നോക്കിയേ. ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അതാണ് സംഭവം, പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അതായത് സഭ വളരുമ്പോൾ ഇതുപോലെയുള്ള എല്ലാ വിഷയങ്ങൾക്കും ആ വളർച്ച, ജനങ്ങൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളല്ലേ ഇപ്പം പോണത്. ആ സാഹചര്യങ്ങൾക്കെല്ലാം ഈ ധ്യാനകേന്ദ്രങ്ങൾക്ക് എന്തുമാത്രം മനുഷ്യനെ ആത്മഹത്യ രക്ഷപ്പെടുത്തിയെന്നറിയാമോ? പക്ഷെ അതെന്ന് പറഞ്ഞ ഒരു കേന്ദ്രീകരണമായിട്ടുള്ള ഒരു ശുശ്രൂഷകളുപരി സഭ തന്നെ എല്ലാവരും വളരണം. അല്ലാതെ എല്ലാ കാലത്തും പെരുന്നാളും നടത്തി ചെണ്ടയും മുത്തുകുടയും കളത്ത് നടക്കണ ആ അഭ്യാസങ്ങൾ അത് ഒരു പരിധിയാണ്. അതെല്ലാം വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങളാണ്. അത് പിന്നിട്ടിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രബോധകരായി മാറണം. പരസ്പരം ഉപദേശിക്കാനുള്ള കഴിവുണ്ടാകണം. അതിന് പരസ്പരം ഉപദേശിക്കാൻ കഴിയുന്നവരുമ്പോൾ ആ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മളെ ഉപദേശിക്കാൻ കഴിവുള്ളവരായിട്ട് മാറണം. അപ്പോൾ നമ്മളെ ഉപദേശിക്കുമ്പോൾ, പ്രബോധനം ചെയ്യുമ്പോൾ നമുക്കൊരു മോറൽ ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ, ആധ്യാത്മികമായ ക്രെഡിബിലിറ്റി നേടിയെടുക്കുമ്പോഴാണ് വിശ്വാസ വളർച്ച പ്രാപിക്കുന്നത്. അപ്പോൾ വിശ്വാസ വളർച്ച പ്രാപിച്ചാൽ മാത്രമേ സഭയിലുണ്ടാകുന്ന മറ്റംഗങ്ങളെ, ഏത് സഭയിൽ തന്നെയല്ല പുറത്തുള്ളവരായാലും മനുഷ്യനായാലും മാനസിക അപകടത്തിലൊക്കെ പെടുന്ന ആൾക്കാരെ സന്ധിക്കാൻ കഴിയണം. അങ്ങനെ കഴിയണ സഭയ്ക്ക് മാത്രമേ എല്ലാ കാലങ്ങളിലും പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ സമാധാന കാലത്ത് മാത്രമേ പ്രസക്തിയുള്ളൂ. സഭയുടെ സമാധാനകാല പ്രസക്തി അല്ലാതെ അസമാധാന കാലത്ത്, യുദ്ധകാലങ്ങളിലുമുള്ള പ്രസക്തി, ഭക്തി നിലനിൽക്കുന്നത് മറ്റുള്ളവരെ നമ്മൾ നിലനിർത്തുമ്പോഴാണ്. നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഒന്നിനൊക്കെ വായിക്കാം. 1 കൊരിന്ത്യർ 14:26. നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയ ഉത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. ആത്മാവിൽ വളരാനും കൃപയിലും നിലനിൽക്കാനും വേണ്ടി പരസ്പരം ഉപദേശിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം അങ്ങനെയുള്ളവരുടെ എണ്ണം നേരത്തെ കൂടുതലായിരുന്നു ശരിക്കും. ഇപ്പം വിൻസെൻ്റ് ഇപ്പോൾ ഉണ്ടായിരുന്നു നമുക്ക്, അതുപോലെ തന്നെ സൊഡാലിറ്റി, ലിജോ മേരി ഉണ്ടായിരുന്നു. അവരൊക്കെ പണ്ട് നല്ല പ്രബോധകരായിരുന്നു ശരിക്കും. ഇന്നിപ്പോൾ വീട് വെച്ച് കൊടുക്കുന്ന ആൾക്കാരും ഉപവിപ്രവർത്തനങ്ങൾ മാത്രം ചെയ്യും. ഉപവിപ്രവർത്തനങ്ങളൊക്കെ കാശ് സമയം ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ പ്രബോധകരാകാൻ പറ്റത്തുള്ളൂ. അപ്പം അത് സീരിയസ് വിഷയമാണ്. സഭയുടെ സ്വത്തെന്ന് പറയണത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായ ഇതുപോലുള്ള പ്രബോധനങ്ങളാണ്. വളരുന്നവരെ പ്രാർത്ഥനയെ മാത്രം വളരാതെ പ്രബോധനത്തെ വളർന്ന് മറ്റുള്ളവരെ നിലനിർത്താൻ സാധിക്കണം. നമ്മൾ നിലനിൽക്കുകയും ചെയ്യണം, മറ്റുള്ളവരെ നിലനിർത്താനും കൂടി എന്നെ ഉപകരണമാക്കണമെന്ന് ഓരോ ദിവസവും പ്രാർത്ഥിച്ചാൽ നമുക്കതിനെ നിലനിൽക്കാൻ കഴിയും. നമ്മുടെ ഒപ്പം മറ്റുള്ളവരെ. ഇതൊരു വചന പ്രഘോഷണമല്ല, മറിച്ച് വചനത്തിൻ്റെ ഒരു നമ്മളുടെ ജീവിത അനുഭവങ്ങളുടെ വചന പരിസരങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിപാലന വിവേചിക്കുന്ന ഒരു ദൈവശുശ്രൂഷയാണിത്. അല്ലാതെ നമ്മൾ കൺവെൻഷനിൽ കാണുന്ന തരത്തിലുള്ള വലിയ ഒറേഷൻസും അതുപോലെ തന്നെ പ്രൊക്ലമേഷൻസ് ഒന്നുമില്ല. ഇത് നമ്മൾ കൃപാസനത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ വരുന്നവർ വചനപ്രഘോഷണത്തിന് വേണ്ടി വരണവരല്ല, ഇനി ധ്യാനിച്ച് നന്നാകാൻ വരണവരുമല്ല. കൃപാസനത്തിൽ കിട്ടിയിരിക്കുന്ന കർത്താവ് തന്ന കാരിസ്തം എന്ന് പറയുന്നത് ഒരു
മനുഷ്യൻ്റെ ജീവിതം ഒരു കാഷ്വാലിറ്റിയെ അഭിമുഖീകരിക്കുമ്പോൾ അത് കടമാകാം, രോഗമാകാം, ചിലപ്പോൾ ആശുപത്രിയിലെ വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ അവസ്ഥയാകാം. അപ്പോൾ അതൊക്കെ മനുഷ്യനെ ഉണ്ടാക്കുന്ന പൊള്ളലും വേഗലും ഒക്കെ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ചിലപ്പോൾ സാമ്പത്തിക തകർച്ചയാകാം, ജോലി ഇല്ലാതെ വരുന്ന അവസ്ഥയാകാം, അല്ലെങ്കിൽ നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും പരാജയപ്പെട്ടിട്ട് നമ്മുടെ ഒരു ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. പിന്നെ ജീവിതത്തിൽ കുടുംബത്തിലായാലും ശരി, നമ്മളുടെ ജോലിയും നമുക്ക് സാമ്പത്തികമൊക്കെ ഉണ്ട്, ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ നല്ല തകർച്ച ഉണ്ടെങ്കിൽ നമുക്ക് ആ സന്തോഷം ഫീൽ ചെയ്യാത്ത അവസ്ഥയാണ്. നമുക്ക് പ്രൊഫഷണലി സന്തോഷമുണ്ട്, പക്ഷേ ഫാമിലി നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കണത്, ആർക്ക് വേണ്ടിയാണെന്നൊക്കെ നമുക്ക് തോന്നുപോയി. മക്കളൊക്കെ അവരുടെ തോന്നിവാസം പോലെയൊക്കെ ജീവിക്കണ കാണുമ്പോൾ എന്തിനാണ് ഇത്രയും നമ്മൾ കഷ്ടപ്പെടണം, ഉറക്കം നിൽക്കണത്, വിഷമിച്ച് നടക്കണത്, ഇത്രയും ഞെരുക്കം അനുഭവിക്കണത്, ആർക്ക് വേണ്ടിയാണ്? ചിലപ്പോൾ ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് അങ്ങനെ തോന്നാം, ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ച് തോന്നാം, ആർക്ക് വേണ്ടി? അപ്പോൾ നമ്മൾ ചെയ്യണതേ, നമ്മൾ കഷ്ടപ്പെടുകയും വിഷമിക്കുകയും ഞെരുങ്ങുകയും ഇല്ലായ്മയാകുക ചെയ്യുമ്പോഴേ ഈ വീട്ടിലെ കുഞ്ഞു പിള്ളേരുടെ കയ്യാങ്കളിയും അവരുടെ ഇതൊന്നും മനസ്സിലാക്കാത്ത രീതി ചില ആൾക്കാർ മരിച്ചവരുടെ വീട്ടിലിരുന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞ് ചിരിക്കാൻ കണ്ടിട്ടില്ലേ? അല്ല, നമ്മൾ ചില മരിപ്പ് വീട്ടിലേക്ക്, എല്ലാ വീട്ടിലാണ്, ചില മരിപ്പ് വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ ശവത്തിൻ്റെ വഴിയിൽ അങ്ങനെ കിടക്കും, മറ്റുള്ളവരൊക്കെ അവിടെ ഇരുന്നൊക്കെ വർത്തമാനം പറഞ്ഞു. ഞാൻ പല വീട്ടിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മരിപ്പിന് പോയാൽ അപ്പോൾ ഈ ശവവുമായിട്ടൊരു ബന്ധമില്ല അവിടെ, അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്ന ആൾക്കാർക്ക് ഈ മരിച്ച ആളുമായിട്ടൊരു ബന്ധമില്ല. ഇത് മരിക്കണമെന്ന് നിർബന്ധമില്ല, ജീവിച്ചിരിക്കെ തന്നെ നമ്മളൊരു ശവം പോലെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു ബന്ധം തോന്നത്തില്ല. നമ്മളിങ്ങനെ വിഷമിച്ച് നടക്കണം എന്നല്ലാതെ നമ്മുടെ വിഷമം, ആർക്ക് വേണ്ടി നമ്മൾ വിഷമിക്കുന്നു എന്നൊക്കെ ഓർക്കുമ്പോഴേ ഈ എന്തിനാണ് നമ്മൾ ജീവിക്കണത് എന്നൊക്കെ തോന്നും. ഇത് ഓരോരുത്തർക്കും ഓരോ തരം അനുഭവങ്ങളാണ്. ഞാൻ പറയണത് നമ്മളെല്ലാവരും ഇങ്ങനെ മനുഷ്യരാൽ തോൽപ്പിക്കപ്പെടാമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു 10-21 ലക്ഷത്തോളം മനുഷ്യരെ കൗൺസിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് 2-3 കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും ഒരു ഭാര്യ മനസ്സ് നിറഞ്ഞ് ഒരു ഭർത്താവിനെ സ്നേഹിക്കരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും ഒരു ഭർത്താവ് അയാൾക്ക് പറ്റുന്ന മുഴുവനും സ്നേഹത്താൽ ഒരു വൈഫിനെ സ്നേഹിക്കരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളായാലും ശരി, മതിമറന്ന് അപ്പന്മാരെ മാതാമാരെ സ്നേഹിക്കരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 കാരണങ്ങൾ അങ്ങനെ തോന്നാൻ കാരണം. ഒന്ന്, നിങ്ങളുടെ ഈ മാനുഷിക സ്നേഹം കൂടുന്നതനുസരിച്ച് കൊണ്ട് ദൈവത്തിൻ്റെ സ്പേസ് കുറഞ്ഞു വരും. അതാണ് ഒരു കാരണം. ദൈവത്തിന് അവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതെ വരും. വെൻ യു ആർ കണ്ടൻറ്റഡ്, ആ സ്പേസ് ചുരുങ്ങിപ്പോകുന്നു. രണ്ടാമത്തത്, ഇപ്പോൾ നിങ്ങൾക്ക് പൊരിഞ്ഞ തീവ്രമായ പ്രണയമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കെങ്കിൽ പിരിയാൻ പാടായിരിക്കും. അവസാന കാലങ്ങളിലേ പിരിയാൻ പാടായിരിക്കും. ഞാനൊരിക്കലൊരു ആളും മരിച്ച്, എൻ്റെ ഒരു പഴയ സഹപ്രവർത്തനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മരിപ്പിൽ അപ്പോൾ ഇടവയിലൂടെ മാറിപ്പോയിട്ട് കുറേ വർഷങ്ങളായി. എന്നാലും ഞാൻ ഇരുന്ന കാലത്ത് ഒത്തിരി സഹായിച്ച ആളാണ്. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് എല്ലാ വർക്കെല്ലാം കൂട്ടിയിട്ട് ഞാൻ മരിപ്പ് വീട്ടിലോട്ട് ചെന്നപ്പോൾ ഉണ്ട് അവിടെ 2 ശവപ്പെട്ടി കിടക്കുന്നു. 2 ശവപ്പെട്ടിലും ആളുണ്ട്. ഞാൻ തന്നെ വല്ലാണ്ടായിപ്പോയി. നോക്കിയപ്പോൾ എന്താ, ഭർത്താവാണ് ആദ്യം മരിച്ചത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ച്. അവർക്കത് താങ്ങാൻ പറ്റിയില്ല. ഭർത്താവ് മരിച്ചത് ഇനിയിപ്പോൾ ആർക്ക് വേണ്ടി ജീവിച്ചിരിക്കണം എന്നുള്ള ഒരു പ്രോബ്ലം വന്നു. അപ്പോൾ പിന്നെ ഉടനെ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഇടിപ്പൊക്കെ നിർത്തി. അങ്ങനെ ഒരു അവസ്ഥ സുവിശേഷപരമായിട്ട് നിലനിൽക്കുന്നതല്ല. ദാറ്റ് മീൻസ് നമുക്ക് ഭർത്താവിനോ ഭാര്യയ്ക്കോ വേണ്ടി അല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. ബേസിക്കായിട്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതല്ലേ. ഏതെങ്കിലും ഒരു കാലത്ത് വന്ന് ചേർന്ന ആൾക്കാരാണ്. അവർ വന്ന് ചേർന്ന പോലെ തന്നെ അവർ പോകും ഏതെങ്കിലും സമയത്ത്. അവശേഷിക്കുന്നത് ആരാണ്? നമ്മളും ദൈവവും തമ്മിലാണ്. അപ്പോൾ ദൈവത്തിന് സ്പേസ് ഇല്ലാത്ത ഒരു പ്രണയം, അത് ബന്ധം, സ്നേഹമൊക്കെ ഞാനത് പ്രൊമോട്ട് ചെയ്യത്തില്ല. അവിടെ ദൈവത്തിന് സ്പേസ് ഇല്ലല്ലോ. കാര്യത്തിന് നമ്മൾ ഈ മരണം പോലെ സ്നേഹിച്ചപ്പോൾ സുഭാഷ് നമ്മുടെ ഇതില്ലേ സോങ് ഓഫ് ദി സോങ്സിൽ 8-ാം അധ്യായത്തിലെ ഉത്തമഗീതത്തിൽ പറഞ്ഞ സ്നേഹം മരണത്തെപ്പോലെ ശക്തമാണ്. അപ്പോൾ മരണത്തെപ്പോലെ ശക്തമായ സ്നേഹത്തിൽ പലപ്പോഴും ദൈവത്തിനൊരു സ്പേസ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് മനുഷ്യനെ അങ്ങനെയുള്ളൊരു എല്ലാം മറന്ന് സ്നേഹിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്
ദൈവം അത് എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ മരണം പോലെ തീവ്രമായൊരു സ്നേഹം ആണ് നിൻ്റെ ജീവിത പങ്കാളിയുടെ മക്കളോട് നിനക്കുള്ളതെന്ന് വിചാരിച്ചോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ അവർ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ പിന്നെ ഭ്രാന്തന്മാരെ പോലെ നടക്കും. ഭ്രാന്തന്മാരെല്ലാം ജീവിതത്തിലെല്ലാം തകർന്നു വന്ന് പറഞ്ഞ് നടക്കും. ഞാനൊരു ഇടവക ചെന്നപ്പോൾ എല്ലാ ദിവസവും ഒരു 6 മണിയാകുമ്പോൾ ഒരു മനുഷ്യൻ കറുത്ത കോട്ടും കറുത്ത പാൻസ് ഇട്ടുകൊണ്ട് സിമിത്തേരി വരും. അപ്പോൾ അന്ന് ഞാൻ ബ്രദറാണ്, ഞാൻ സ്ഥലമൊന്നും പറയില്ല. അപ്പോൾ അത് അറിയുന്നൊരു ഇടവകയിലായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇന്ന ആളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറുത്ത കോട്ടും കറുത്ത പാൻസ് ഇട്ടുകൊണ്ട് ഈ മനുഷ്യൻ 6 മണിക്ക് വരും. എന്നിട്ട് ഒരു കുഴിമാടത്തെ മലന്ന് കിടക്കും. എന്നിട്ട് 9 മണിയാകുമ്പോൾ നിലയം വിളിച്ച് വീട്ടിൽ പോകും. അയ്യോ, ആ ജീവിതകാലം മുഴുവനും അയാൾ അങ്ങനെ ചെയ്തു. അയാളുടെ വൈഫ് പെട്ടെന്ന് മരിച്ചു. അതാണ് സംഭവം. വൈഫിൻ്റെ കുഴിമാടത്തെ ഈ മനുഷ്യൻ എല്ലാ ദിവസവും 6 മണിക്ക് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരെ കണ്ട കാര്യങ്ങളാണ്. അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കി, ഇത് ഒരാൾ പോയാൽ അടുത്ത ആൾ പിന്നെ ലൈഫ് ഭ്രാന്തായി പോകുമ്പോൾ ജീവിതം തന്നെ മീനിങ്ലെസ് ആയി പോകും. അത് നിങ്ങൾ ഈ എല്ലാത്തിനേക്കാൾ ഉപരി ആ മനുഷ്യനെ സ്നേഹിച്ചിട്ടാണ്. അപ്പോൾ മനുഷ്യന് ഇങ്ങനെ ഒരു ചാഞ്ചല്യം ഉണ്ട്, ഒരു ചായ്വ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദൈവം കൽപ്പന തന്നിരിക്കുന്നത്. അതാ കൽപ്പനകളുടെ ഒരു പോക്കതാണ്. എല്ലാത്തിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇങ്ങനെയുള്ള ഒരു അപകട മേഖലയിൽ പെട്ടവരെ നിങ്ങളെ അനുദപിക്കണം വേണ്ടത്. ഇപ്പോൾ ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, മക്കൾ നിങ്ങളെ സ്നേഹിക്കണില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതമില്ല. ഇപ്പോൾ മക്കൾ സ്നേഹിക്കണില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മൂത്തവൻ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു മകനാണ്, അവൻ കല്യാണം കഴിച്ചു, അവനിപ്പോൾ അവൻ്റെ വൈഫിൻ്റെ കാര്യങ്ങളും വൈഫിനോട് ചോദിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ അമ്മ പ്രാന്തിയെപ്പോലെ വൈഫിനെ കൊന്നാലും കുഴപ്പമില്ല, ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുള്ള നിലപാടിൽ ജീവിക്കുന്നത്. നിങ്ങൾ ഈ ഉടമ്പടി എടുത്തിട്ട് ചില ആൾക്കാർക്ക് ഏശണില്ലെന്ന് പറയാൻ കാരണം ഇതാണ്. ഇതൊരു പ്രശ്നമാണ്. കാരണം നിങ്ങൾ സുവിശേഷ വിഹിതമായിട്ട് സുവിശേഷം സ്വീകരിച്ചിട്ടില്ല. സുവിശേഷം സ്വീകരിക്കാതെ, സുവിശേഷത്തിൻ്റെ അരുവിയെ ഉൾക്കൊള്ളാതെ നിങ്ങൾ ലോകത്തിൽ തൽക്കാലത്തേക്കൊരു ഫസ്റ്റ് എയ്ഡിന് വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഫസ്റ്റ് എയ്ഡിൽ ദൈവത്തിന് അത്ര താല്പര്യമില്ല. ചുമ്മാ ഡെറ്റോളൊക്കെ തേച്ച് ആഭരണം ഒഴുക്കി അങ്ങനെ നിങ്ങളെ പാക്കപ്പ് ചെയ്യുന്നതിൽ ദൈവത്തിന് പണ്ടേ താല്പര്യമില്ല ഫസ്റ്റ് എയ്ഡിന്. അപ്പോൾ ഉടമ്പടി ഒരു ഫസ്റ്റ് എയ്ഡായിട്ട് എടുക്കരുത്. മറിച്ച് ഉടമ്പടിയിലോട്ട് വരുമ്പോൾ പേഴ്സൺ റിലേഷൻഷിപ്പ് നമ്മൾ പൂർണ്ണമായി ദൈവത്തിലേക്ക് വരികയാണ്. പിന്നെ ദൈവമാണ് റീസെറ്റ് ചെയ്യണത്. ഇപ്പം ഞാനൊരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ, ഇത് നിങ്ങൾ പതുക്കെ, ഞാൻ പറഞ്ഞില്ല, ഇത് ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു, ഇത് വലിയൊരു ഒറേഷൻസ് പ്രഘോഷണമായിട്ട് എടുക്കരുത്. നമ്മൾ കടന്നു പോകുന്ന കാലാവസ്ഥകളെ സുവിശേഷ വിഹിതമായി അതിൻ്റെ വചന പരിസരം നോക്കിയിട്ട് സ്യൂട്ടബിളാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. വളരെ ശാസ്ത്രീയമായിട്ട് അത് സ്യൂട്ടബിളാക്കി. ഉടമ്പടിയുടെ ഒരു ബയോളജി അതാണ് ഉടമ്പടിയുടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലപ്പോൾ ദൈവം തന്നെ കാലാവസ്ഥ, ഇപ്പോൾ നമുക്കൊരു കുഴപ്പമില്ലാണ്ടിരിക്കുകയാണ്, ജോലിയുണ്ട്, വീടുണ്ട്, വിവാഹമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, നല്ല ആഹാരം കിട്ടുന്നുണ്ട്, ബന്ധുക്കളുണ്ട്, നമ്മൾ പോകുന്നുണ്ട്, അടിയന്തരത്തിൽ പങ്കെടുക്കുന്നു, നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർ ഹീറോയാണ് എന്നൊക്കെ വിചാരിച്ചോ. നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, യു ആർ നോട്ട് ട്രബിൾഡ്. അപ്പം നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ വളരെ കൂളായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ട്രബിൾ ഉണ്ടാക്കുന്നത് ആരാണ്? ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ട്രബിൾ മേക്കർ ദൈവമാണ്. നിങ്ങളൊരു അപകട മേഖലയിൽ പോകുന്നത്, അത് എല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ചോ. ബന്ധുക്കളുണ്ട്, സ്വന്തമുണ്ട്, ഭാര്യയാണ്, അതുപോലെ തന്നെ ജോലിയുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ സ്നേഹമുണ്ട്, അവർ നമ്മളെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വരുമാനമുണ്ട്, എല്ലാം ഓക്കെ കൂളായിട്ട് പോവുകയാണ്. പക്ഷേ ദൈവം പറയും കാര്യം നിങ്ങൾക്ക് ഒരു കുറവുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ദൈവം എപ്പോഴും ഉള്ള ഒരു കണ്ണുണ്ട് ദൈവത്തിന്, കുറവിലേ ദൈവം കണ്ണ് വെക്കത്തുള്ളൂ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ഒരു കുറവുണ്ട്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മർക്കോസ് 10:21. മർക്കോസ് 10:21. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് ഒരു യുവാവ് വന്ന് ചോദിച്ചതാണല്ലേ. അത് മൊത്തം എടുത്തേ, 10:20 എടുത്തേ. 10:20. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. അവൻ്റെ പ്രശ്നം എന്താ? ഒരു യുവാവ് വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി. അപ്പോൾ ഈശോ പറഞ്ഞു, നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നു? അപ്പോൾ അവൻ പറഞ്ഞു, നിൻ്റെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ചെറുപ്പം മുതലേ
യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടിവന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു. മക്കളെ ഇത് പറഞ്ഞ യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് മുട്ടുകുത്തി അവനോട് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. പതുക്കെ ഉടമ്പടിയിലോട്ട് വരിക. കണ്ട, പ്രമാണത്തെട്ട് തൊട്ട് കണ്ട, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോഴേ അതിനെ കവനന്റുമായിട്ട് കണക്ട് ചെയ്യണം. കണ്ടില്ലേ? പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. എന്തൊക്കെയാണത്? കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. അവനൊരു ഉടമ്പടി ജീവിതമാണ്. പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന എന്താണ്? ഒരു ഉടമ്പടി, ദൈവമായിട്ട് ചെയ്ത ഉടമ്പടി ജീവിതമാണ്. അപ്പോഴവൻ പറയുന്നു, ഞാനൊരു ഉടമ്പടി ജീവിതമാണ് കാഴ്ചവെക്കുന്നത്. നമ്മളും പലരും ഉടമ്പടി എടുത്തതല്ലേ, പുതുക്കിയതല്ലേ. അപ്പം അവൻ പറഞ്ഞത് എന്താണ്? ഞാൻ ചെറുപ്പം മുതൽ ഇതൊക്കെ പാലിക്കുന്നുണ്ട്, ഞാൻ ഒരു ഉടമ്പടി ജീവിതമാണ് ജീവിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈശോ എന്താ പറഞ്ഞു? യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ഉടമ്പടി ജീവിതം ജീവിച്ച കർത്താവിന് നിങ്ങളോട് സ്നേഹം ഉണ്ടാവുന്ന ഉറപ്പല്ലേ? സ്നേഹപൂർവ്വമാണല്ല. ചിലപ്പോഴത്തൊക്കെ ഈശോ കോപത്തോടെ വീക്ഷിച്ചെന്ന് പറയും അല്ലെ. കൈ സൂക്ഷിച്ച് പോയവനെ സുഖപ്പെടുന്ന സമയത്ത് സാബത്തിൽ ഇത് ചെയ്യരുത്, വേറെ ദിവസം വേണമെങ്കിൽ വേണമെങ്കിൽ ചെയ്തോളാൻ വേണ്ടി സാബത്ത് അധികാരി, സിനഗോഗ് അധികാരി പറയുമ്പോഴേ യേശു അവനെ കോപത്തോടെ വീക്ഷിച്ചെന്നാണ് പറയണത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കവനൻ്റ് ചെയ്ത് ജീവിക്കുന്ന, ഉടമ്പടി ചെയ്ത് ജീവിക്കുന്നവനെ പുതുക്കിയവനോടും ഉടമ്പടി എടുത്തവനോടും യേശു സ്നേഹത്തോടെ, അത് നിങ്ങൾക്കും എനിക്കും ഉള്ള ഒരു മോട്ടമാണ്. എന്താണ്? ഒന്ന് വായിച്ചത്. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. ഇതാണ് പ്രോബ്ലം. ഇപ്പൊ കവനൻ്റൽ ലൈഫ് ആണെങ്കിലും ദൈവം നോക്കണത് എന്താണ്? അടുത്ത കുറവ് എന്താണ്? ഇതാണ് പ്രശ്നം. നമ്മുടെ വി ആർ ലീഡിങ് എ കവനൻ്റൽ സിൻസിയർ ലൈഫ്, ബട്ട് ജീസസ് ഈസ് ലുക്കിംഗ് ഫോർ അനദർ ഫാൾട്ട്. ഇനി വേറെ എന്തെങ്കിലും കുറവുണ്ടോ? മനസ്സിലായില്ലേ? ഓരോ ആൾക്കാരും ഉടമ്പടി പുതുക്കുമ്പോൾ കുറവുകൾ ഇതുപോലെ നോക്കിക്കൊണ്ടേയിരിക്കണം. ആസ് യൂഷ്വൽ നമ്മൾ ഉടമ്പടി പുതുക്കുമ്പോൾ ഞങ്ങൾ ഒരു ചാർട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് സിംഗ് ദ ലോ. 45-ാം സങ്കീർത്തനത്തിലെ ക്ലാപ്പ് ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ. ഈ അസസ്മെൻ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു നോർമൽ അസസ്മെൻറ്റ് നടക്കുന്നുണ്ട്. പലരും അതനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇങ്ങനെ അസസ്മെൻറ്റ് നമ്മളുടെ 10% അസസ്മെൻറ്റ് കറക്റ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ, ആ അസസ്മെൻറ്റിൽ തന്നെ ഒരു 65% മാർക്ക് കൂടുതൽ, 70 മാർക്ക് കൂടുതൽ ആർക്കും കിട്ടണില്ല. 70 മാർക്കിൽ കൂടുതൽ അസസ്മെൻറ്റിന് കിട്ടണില്ല. നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ 70 മാർക്ക് കിട്ടുന്നവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് റെഫറൻസിൽ നിങ്ങൾക്ക് 90 മാർക്കുണ്ട്. പക്ഷേ വി ആർ നോട്ട് ഗിവിങ് ഇറ്റ്. നിങ്ങളങ്ങനെ പെട്ടെന്ന് കയറി നിങ്ങൾക്കുറിച്ച് ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാർക്ക് പിടിച്ചാണ് ഇടുന്നത്. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് 90 മാർക്ക് തന്നെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ ക്രിസ്ത്യൻ അസസ്മെൻറ്റിൽ ജീവിതത്തിൽ വി ആർ സോ സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് 90 മാർക്ക് തന്നെന്ന് വിചാരിച്ചോ? പക്ഷേ അപ്പോഴും ജീസസിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയല്ല. അടുത്ത കുറവ് എന്താണെന്ന് നോക്കും. നിനക്ക് ഒരു കുറവുണ്ട്. ഈശോ പറഞ്ഞു കേട്ടില്ല, നിനക്കൊരു കുറവുണ്ട്. പോയി എന്ന് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് ഈ കുറവെന്ന് പറയണത് സ്വർഗത്തിലെ നിക്ഷേപം കണ്ടുകൊണ്ട് വേണം. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് സ്വർഗത്തിലെ നിക്ഷേപം കണ്ടുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ മൂവ്മെൻറ്റ് ചെയ്യാൻ. സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അടുത്ത വായിച്ചേ. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇത് ബേസിക്കായിട്ട് നമുക്കറിയാം. സുവിശേഷം ഈ പൂച്ചയെ പിടിച്ച് എങ്ങനെ എറിഞ്ഞാലും 4 കാലേ വന്ന് ലാൻഡ് ആകും അല്ലേ? അതുപോലെ ഉടമ്പടിയുടെ എല്ലാത്തിനും അൾട്ടിമേറ്റ് എയിം എന്താണ്? ദൈവത്തെ അനുഗമിക്കുകയാണ്. ഇപ്പം അവൻ പറയണ പോലെ ചെയ്യുന്നതല്ലേ ഇതിൻ്റെ മെക്കാനിസം അതല്ലേ ഉള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. 2000 കൊല്ലമായി സഭ ഇവിടെ പുലരുന്നത്. അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടിയുള്ള വചനങ്ങൾ എത്രയോ കോടാനുകോടി പള്ളികളിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ വായിച്ചെങ്കിലും നമ്മളോടാണ് അതിൻ്റെ അകത്ത് രഹസ്യം പറഞ്ഞത്. എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യണത് വെള്ളം കോരി ഒഴിക്കണ ഏർപ്പാടല്ല.
ക്രിസ്തു പറയണ പോലെ ജീവിക്കുന്നതാണെന്നുള്ളത് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിലാണ് നമുക്ക് കിട്ടി. അങ്ങനെയാണ് ഉടമ്പടി ആയിപ്പോയത്. അത് നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്താണ്? അവൻ പറഞ്ഞതുപോലെയാണ് ചെയ്യുന്നത്. കേരള സഭ ഇങ്ങനൊരു പുതിയ ഒരു മൂവ്മെൻറ്റ് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മെത്രാമാച്ചന്മാർ പോലും ഇതിനോട് ഒരു നിരസം പോലും ഒരു പുതിയ പ്രാർത്ഥനയോട് ഒരു സംശയം പോലും കാണിക്കാൻ എന്താണ്? സഭ തന്നെ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അവൻ പറയണ പോലെ ജനത്തെ കൊണ്ട് ചെയ്യിക്കാനാണ്. അവിടെ അതിൻ്റെ അകത്ത് വേറെ ഒരു മിസ്റ്റേക്കും ഇല്ല സംഭവം. പിന്നെ ഞങ്ങൾ അവനെ ചെയ്യിക്കുന്ന രീതികൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമാണ്. ചെയ്യിക്കുന്ന രീതികളിൽ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡുകൾ വ്യത്യാസമാണ്. മെത്തേഡ് പക്ഷേ ഇറ്റ് ഈസ് ബിബ്ലിക്കൽ, പക്കാ ബിബ്ലിക്കലാണ്. ഇപ്പോൾ ഉപ്പായാലും അതുപോലെ തന്നെ തിരിയായാലും ഇപ്പോൾ ഈവൻ ദ ഗ്രീൻ കളർ. ഐസയ എടുത്ത മോളെ, ഐസയല്ല, ഹെബ്രായർ 9:4 എടുത്ത് ശ്രുതികടെ അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നുപൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. വാഗ്ദാന പേടകത്തെ കുറിച്ച് പറയുന്നത് ഹെബ്രായർ 9:4 അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നുപൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹറോന്റെ തളിർത്ത വടിയും. വാഗ്ദാന പേടകത്തിൽ ആദ്യത്തെ വാഗ്ദാന പേടകത്തിൽ എന്താ ഉണ്ടായിരുന്നത്? മന്ന കലശം അല്ലേ? കലശം പാത്രം. അത് മന്ന വെച്ചിരുന്ന കലശം. മന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം മാർഗമില്ലാതെ വന്നൊരു കാലത്ത് കർത്താവ് നിങ്ങൾക്കറിയാത്തപ്പം എനിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? അറിയാത്തപ്പം എന്ന് പറയും. അറിയാത്തപ്പം എന്ന് പറയുമ്പോൾ അപ്പത്തിനൊരു സ്വഭാവമുണ്ട്. ഇപ്പോൾ ദൈവം നമുക്ക് തരുമ്പോൾ അത് നമുക്ക് മുൻ പരിചയം ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പോൾ നീ പറയും എങ്ങനെ ജീവിക്കും? എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഞാനാണൊരു ജോലിക്കാരുള്ളത്, എനിക്ക് തൈറോയിഡും ഷുഗറുമാണ്, എനിക്ക് വേലെടുക്കാൻ പറ്റണില്ല, പകുതി ആകുമ്പോൾ കഥക്കുന്നത്, ഞാൻ ഈ പ്രൈവറ്റ് ഫേമിൽ ജോലി എടുത്തിട്ട് അവിടെ അട്ടത്തുപ്പം കൊണ്ട് കുഞ്ഞുങ്ങളെങ്ങനെ വളർത്തും എന്ന് ചോദിച്ചാൽ ന്യായമായ ചോദ്യമാണത്. അത് നിനക്കറിയുന്ന അപ്പമാണ്. പക്ഷേ ഉടമ്പടി അറിയാത്തപ്പം നിനക്ക് തരും. കർത്താവ് പറഞ്ഞില്ലേ അറിയാത്തപ്പം. ഇപ്പോൾ അപ്പത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അറിയാത്തപ്പത്തെക്കുറിച്ച് എടുത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അറിയാത്തപ്പം, നിങ്ങൾ അറിയാത്ത അപ്പം എനിക്കുണ്ട്. 6:34 ശ്രുതികടെ ഹല്ലേലൂയ. യോഹന്നാൻ 4:32 അവൻ പറഞ്ഞു നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. എപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങളുടെ വേല മുട്ടുകയാണ്, ജോലി മുട്ടുകയാണെന്ന് വിചാരിച്ചോ? അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജോലി എടുക്കുന്ന സ്ഥലത്ത് നിന്ന് പറയുകയാണ് ഈ മാസം കൂടി ഈ ജോലി ഉള്ളൂ കേട്ടോ, നമുക്ക് ഓർഡറില്ലേ. ഇപ്പോൾ കൈറ്റ് ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാരെ പറഞ്ഞു വിടരുത്, ഓർഡർ ഇല്ലെന്ന് പറഞ്ഞു വിടണത്. അടുത്ത മാസം നമുക്ക് ഓർഡർ ഇല്ലെന്ന് പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അപ്പം തന്നെ ഡൗണായി പോകും. അടുത്ത മാസം എങ്ങനെ പറ്റുകടയിൽ എങ്ങനെ പൈസ കൊടുക്കണമെന്ന് നോക്കണം. എങ്ങനെ പറ്റുകടയിൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾ വിഷമിച്ചിട്ട് വന്ന് രാത്രി വൈകുന്നേരം വന്ന് വൈഫിന് വഴി അടുത്ത മാസം മുതൽ അങ്ങോട്ട് ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കണമെന്ന് പറയാം. അപ്പോൾ അവരും വിഷമിക്കും. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ വാഗ്ദാനങ്ങൾ ജീവിക്കുന്നവരാണ്. ഗുരു ഭക്ഷണം കഴിച്ചാലും എന്ന് പറയുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നിങ്ങളറിയാത്തപ്പം എനിക്കുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലുള്ള അപ്പമാണ് അറിയാത്തപ്പം. അതായത് ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയില്ലേ? എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് അറിയാത്തപ്പം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എനിക്ക് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. ജെറമിയ 29:11 ജെറമിയ 29:11 കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. ഒന്ന് കൈയടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഈശോ പറഞ്ഞു നിങ്ങൾക്കറിയാത്തപ്പം എനിക്കുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഈ അറിയാത്തപ്പം തന്നെയായിരുന്നു ആകാശത്തിലെ മന്ന. ആകാശത്തിലെ മന്ന എന്ന് പറഞ്ഞ പിതാക്കന്മാർ ഭക്ഷിച്ചില്ലേ? ആകാശത്തിലെ മന്ന. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പുറപ്പാട് 16, 14, 15. പുറപ്പാട് 16-ാം അധ്യായം 14, 15 വചനങ്ങൾ. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞു പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. അത് എന്താണെന്ന് അവരറിഞ്ഞിരുന്നില്ല അല്ലേ? അത് തന്നെയാണ് അറിയാത്ത അപ്പം. നിങ്ങൾ അറിയാത്ത അപ്പം എനിക്കുണ്ട്. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. നമ്മളെങ്ങനെ ജീവിക്കുമെന്നുള്ളത് ചില സമയത്ത് നമ്മൾ അറിയണമെന്നില്ല. പക്ഷേ ദൈവത്തിനറിയാം. കാരണം എന്താ, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട വീട്ടിലാണ്, ചെല്ലാനത്ത്. അപ്പോൾ അവൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അവന് കപ്പൽ കാശ് കൊടുത്ത് നിൽക്കുന്ന പാർട്ടിയാണ്. ക്യാപ്റ്റൻ പരീക്ഷയൊക്കെ എഴുതിയിട്ടേ നമ്മുടെ ഈ മർച്ചൻ്റ് ടീമിലൊക്കെ പൈസ കൊടുക്കില്ല. പഠിക്കണമെങ്കിൽ 4 ലക്ഷമാണ്. പിന്നെ ഏതെങ്കിലും കപ്പലൊക്കെ ആണെങ്കിൽ 3 ലക്ഷം 2 ലക്ഷമൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ 4 ലക്ഷം വരെ കൊടുത്തിട്ട് ഇന്നുവരെ ജോലി കിട്ടാത്തവരുണ്ട്. കാര്യം അത് വേറെ നമ്മൾ പറയുന്ന അത്ര ഈസി അല്ല അവിടെ കിട്ടാൻ. കാര്യം അതെല്ലാം ക്യാപ്റ്റൻസ് 6 മാസം കഴിയുമ്പോൾ ഇറങ്ങും, ചിലപ്പോൾ 1 കൊല്ലം കഴിയുമ്പോൾ ഇറങ്ങും. അവൻ്റെ ക്രൂ എല്ലാം ഇറങ്ങും. പിന്നെ പുതിയ ക്യാപ്റ്റൻ കയറുമ്പോൾ അവൻ്റെ ക്രൂ അനുസരിച്ച് എനിക്ക് 4 ലക്ഷം 3 ലക്ഷം വെച്ച് വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരുടെ കയറും. അപ്പോൾ ഇവൻ്റെ ജോലി പോകും. ഇത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണിത്. പലർക്കും കയറി രക്ഷപ്പെട്ടവൻ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും. അവൻ്റെ ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത പെസക്ക് ശമ്പളമായത് കാരണം യൂത്തെല്ലാം അതിനകത്ത് ഇടിച്ച് നിൽക്കുകയാണ് സംഭവം. പക്ഷേ ഇത് ഈ പാവപ്പെട്ടവനെ റെക്കമെൻഡ് ചെയ്യാനോ കൊടുക്കാനോ കാശില്ല. 4 ലക്ഷം ചോദിച്ചാൽ കൊടുക്കാനില്ല. അപ്പോഴങ്ങനെ അവൻ്റെ അമ്മ ഉടമ്പടി ചെയ്തപ്പോൾ മാതാവ് പൈസ ആദ്യം മേടിക്കാത്ത ഒരു ഷിപ്പിലെ ക്യാപ്റ്റന് ലിങ്ക് കിട്ടി. പൈസ ആദ്യം അത് വളരെ കുറച്ച് പൈസ മേടിച്ചിട്ട് ഇവൻ പെട്ടെന്ന് ഷിപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു പ്രശ്നം. എന്താണ് പ്രശ്നം? കഴിഞ്ഞ ദിവസത്തെ ഈ ആഴ്ച നടന്ന സാക്ഷ്യമാണ്. ഞാൻ അപ്പോൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യനെ അവിടെ പരിചയമില്ല. കാശ് വാങ്ങി ഇവനെ കയറ്റിയ ആൾ കപ്പലിലില്ല. കപ്പലുള്ളത് വേറെ ആൾക്കാരാണ്, പക്ക ഹിന്ദിക്കാരാണ് മുഴുവനും. എല്ലാം ഗുജറാത്തി വാലാസാണ് മുഴുവനും. ഇവരോട് ആണെങ്കിൽ ദ്രാവിഡന്മാരെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതോറും നമ്മൾ മദ്രാസി എന്ന് വിളിക്കണം. പട്ടാളക്കാർക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ അവർ മലയാളീസിനെ മദ്രാസി എന്ന് വിളിക്കത്തുള്ളൂ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു വംശീയമായിട്ടുള്ള കുറച്ച് ചുരുക്കൊക്കെ ഉള്ള ചില ആൾക്കാർ, എല്ലാവരും അല്ല. അപ്പോൾ ഇവൻ ചെന്ന് പെട്ടിരിക്കുന്ന സ്ഥലം വളരെ മോശമാണ്. ഇവനോട് അവർ വളരെ സഹകരിക്കണില്ല. ഇവന് വർക്ക് കാണിച്ചു കൊടുക്കണില്ല. എൻജിൻ റൂമിലാണ് വർക്ക് ചെയ്യേണ്ടത്. അവിടെയൊക്കെ ഇവന് യാതൊരുവിധ സപ്പോർട്ടും കിട്ടണില്ല. ഇവന് വെറുതെ നിൽക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇവനെ വിളിച്ചു പറഞ്ഞു, അമ്മ ഭയങ്കര കഷ്ടപ്പാടാണ് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അമ്മ പറഞ്ഞ്, ഞാൻ പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലാം മോനെ എന്ന് പറയും. ഇത് പ്രശ്നം ഇതാണ് വെച്ചാൽ പാവപ്പെട്ടവൻ ജീവിക്കണ ഈ പ്രത്യക്ഷീണ പ്രാർത്ഥന കൊണ്ടാണ്. അവന് വേറെ ഇല്ല. ഈ ഹിന്ദിക്കാരൻ ക്യാപ്റ്റനോട് എങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഇത് ഇടാൻ പറ്റണത്? നമ്മൾ പ്രത്യക്ഷീണ പ്രാർത്ഥന വെച്ചാണ് ഇത്. വിശ്വാസി എന്ന് പറഞ്ഞാൽ അതാണ്, വിശ്വാസിയെ തളരാതെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.